നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് രാജ്യത്തുടനീളം നടന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേരെയുള്ള പോലീസ് അതിക്രമങ്ങൾക്കെതിരായ ഹർജി ഇന്ന് സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുക. സമരക്കാർക്ക് നേരെ പോലീസ് നടത്തിയ അമിത അധികാര പ്രയോഗം തടയുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ കൊണ്ടുവരുമെന്ന് സുപ്രീം കോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഡൽഹിയിലെ ജന്തർ മന്ദറിൽ നടന്ന പ്രതിഷേധത്തിനിടെയുണ്ടായ അതിക്രമത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക സമിതിയെ നിയോഗിക്കുന്നതും കോടതിയുടെ പരിഗണനയിലാണ്. ഇക്കാര്യത്തിൽ ഇന്ന് ഉത്തരവുണ്ടായേക്കും. അതേസമയം ബീഹാറിൽ സമരക്കാർക്ക് നേരെ AK-47 ഉപയോഗിച്ച് വെടിവെച്ചെന്നും എന്നാൽ ആർക്കും പരിക്കേറ്റില്ലെന്നും ബീഹാർ സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കി. കാലടി സംസ്കൃത സർവകലാശാലയിൽ നടക്കുന്ന വിദ്യാർത്ഥി സമരം ശക്തമാക്കാൻ SFI. കൂടുതൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചും സംസ്ഥാന നേതാക്കളെ എത്തിച്ചും സമരം ശക്തമാക്കാനാണ് SFIയുടെ തീരുമാനം. വിദ്യാർത്ഥികളെ വേട്ടയാടുന്ന നിലപാടാണ് VCക്കും സർക്കാരിനുമെന്നാണ് SFI പറയുന്നത്. എന്നാൽ സമരത്തോട് നിഷേധാത്മക നിലപാടുള്ള സിൻഡിക്കേറ്റും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ചർച്ചയ്ക്കുള്ള ഒരു സൂചനയും നൽകുന്നില്ല എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസിനെതിരായ പ്രതിഷേധത്തിൽ അറസ്റ്റിലായ 4 SFI പ്രവർത്തകരെ ഇന്നലെ റിമാൻഡ് ചെയ്തിരുന്നു. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 4 ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാസർഗോഡ്, കണ്ണൂർ, എറണാകുളം, കോട്ടയം ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള കന്യാകുമാരി തീരത്ത് ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിച്ചു.